സഭയെ ഒരു വലിയ കാലയളവ് ഏതാണ്ട് 1934 മുതൽ 65 വരെയും സഭയെ നയിച്ച ഗീവർഗീസ് ദിദിയൻ കാതോലിക്ക ബാബ തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം കവറടങ്ങിയിരിക്കുന്ന ദേവലോക മരമഗ്നയിൽ ആഘോഷിച്ചുവല്ലോ. ഒരു വന്യ പിതാവിനെ നമ്മൾ ഓർക്കുന്നതായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സഭയുടെ നിർണായകമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സഭയെ നയിച്ചതായിരിക്കുന്ന സുധീരം ശക്തമായിട്ട് സഭയെ നയിച്ച ഒരു പിതാവാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥനയോടുകൂടി സഭയെ നയിക്കുകയും അന്ത്യോക്യൻ പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടുകയും ചെയ്തിട്ടുള്ള ഒരു പിതാവാണ്. ഈ പിതാവിനെയാണ് അന്ത്യോക്യൻ വിഭാഗം വൃദ്ധൻ പുന്നൂസ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ട് അവർ നടന്നത്. അതുപോലെ തന്നെ ഈ പിതാവിൻ്റെ സന്മനസ്സാണ് ഒരു പക്ഷേ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നതായ പ്രശ്നങ്ങളും. 1958 സുപ്രീം കോടതി വിധി ലഭിച്ചു കഴിഞ്ഞ് പാത്രികീസ് പക്ഷത്തിന് എല്ലാം നഷ്ടപ്പെട്ട്, കോടതി വിധിയിൽ കൂടി സകലതും നഷ്ടപ്പെട്ട് അവർ നമുക്ക് ചിലവായിട്ടുള്ള കോടതി ചിലവ് ഏതാണ്ട് ലക്ഷങ്ങൾ വരുന്ന വലിയൊരു എമൗണ്ട് കോടതിയിൽ കെട്ടിവെക്കണമെന്ന് 1958 സുപ്രീം കോടതി വിധിച്ചു. എന്നാൽ ഈ പിതാവിൻ്റെ നല്ല മനസ്സിൽ അതൊന്നും മേടിച്ചില്ല. അതുപോലെ തന്നെ ആ കോടതി വിധി 1958 സുപ്രീം കോടതി വിധി നമ്മൾ നടത്തിയെടുക്കുവാനായിട്ട് ഈ പിതാവിൻ്റെ നല്ല മനസ്സാൽ സാധ്യമായില്ല. ഞാൻ കേട്ടിട്ടുള്ളത് പിതാവിനോട് അന്നുള്ളതായിരിക്കുന്ന ഉപദേഷ്ടാക്കൾ മെത്രാപ്പോലീത്തമാരും ഒക്കെയും പറഞ്ഞപ്പോൾ എൻ്റെ സഹോദരങ്ങളോട് ഞാനത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അവർ വളരെ തക്കം പാർത്തിരുന്നു 12 വർഷം പിന്നിടുവാൻ. ഒരു കോടതി വിധി ലഭിച്ചു കഴിഞ്ഞ് ആ കോടതി വിധി നടപ്പിലാക്കുക എന്നുള്ള വാദിഭാഗത്തിൻ്റെ ഉത്തരവാദിത്തത്തിന് 12 വർഷത്തെ പീരീഡാണ്, ഇൻറ്റീരിയം പീരീഡാണുള്ളത്. 1958 വിധി ലഭിച്ചു. 1970 ആയപ്പോൾ അവർ പ്രശ്നകലുഷിതമാക്കിക്കൊണ്ട് സഭയോട് എതിർത്തുകൊണ്ട് സഭയിൽ നിന്ന് പുറത്തു ചാടുകയാണ് ഉണ്ടായത്. നമ്മളെ ഉണ്ടായിരുന്ന പലരെയും തല്ലി ഇറക്കി പല പള്ളികളിൽ നിന്ന് ഇറക്കി വിട്ട ശേഷമാണ് അവർ ആ പള്ളികൾ കയറിയത്. ഇന്ന് ഞങ്ങളുടെ പള്ളി എന്ന് പറയുന്ന പള്ളികൾ പലതും. നിങ്ങൾ മുളന്തുരുത്തി പള്ളിയിലെ പ്രശ്നം നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയത്തില്ല. നമ്മുടെ ഭാഗത്തുണ്ടായിരുന്ന വികാരിയെയും അതുപോലെ തന്നെ അദ്ദേഹം ആ സൂക്ഷകനെയും വികാരിയുടെ തലയ്ക്ക് വിറകുമുട്ടിയെടുത്ത് അടിച്ച് അന്ന് വൈകുന്നേരം അദ്ദേഹം മരിക്കുകയായിരുന്നു. അതുപോലെ സൂക്ഷക്കാരൻ്റെയും തലയ്ക്ക് അവർ വിറകുമുട്ടി കൊണ്ടടിച്ചു. അവർ ഒരു ഭവനത്തിലേക്ക് പോകുമായിരുന്നു ഇവർ രണ്ടുപേരും കൂടെ, ഏതോ കൂതാശ വീടുകളിൽ നടത്തുവാനായിട്ട്. ആ രണ്ടുപേരും ആ രാത്രിയും അതിൻ്റെ അടുത്ത ദിവസങ്ങളായിട്ട് മരണപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ എത്ര പേരെയാണ് അവർ കൊല ചെയ്തത്. മലങ്കര വർഗീസ്, അതുപോലെ തന്നെ അനേക ആളുകൾ, ആനപ്പാപ്പി അല്ലേ, നമുക്കറിയാം. വട്ടശ്ശേരി തിരുമേനിക്ക് ഇവർ കൊല്ലുമെന്ന് നമ്മൾ പേടിച്ചുകൊണ്ട് ആനപ്പാപ്പി എന്ന് പറയുന്ന ദൃഢകായകനായിരിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ നിരണഭാഗത്തു നിന്ന് തിരുമേനിയുടെ അംഗരക്ഷകനായിട്ട് നിയമിച്ചു. അംഗരക്ഷകനായിട്ട് നിയമിച്ചിട്ട് അവർ പഴയ സെമിനാരിയിൽ ഈ ആനപ്പാപ്പി ഏതു നേരവും തിരുമേനിയെ കാത്തു സംരക്ഷിച്ചുകൊണ്ടാണ് നിന്നത്. ആ സമയത്ത് ഇവരെങ്ങനെ അവനെ തകർക്കണമെന്ന് നോക്കി ആനപ്പാപ്പി എങ്ങോട്ടോ കുളിക്കാനോ ഏതാ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ വെച്ച് വെട്ടിക്കൊന്ന് അവിടെ ഇടുകയായിരുന്നു നമ്മുടെ പഴയ സെമിനാരിയിൽ. അത്ര തീവ്രമായ, അത്ര വൃത്തികെട്ടതായ രീതിയിൽ ഈ മലങ്കര സഭയിൽ പ്രവർത്തിച്ച മനുഷ്യരാണ് ഈ പാത്രികീസ് പക്ഷം. അതുകൊണ്ടാണ് സുപ്രീം കോടതി വളരെ ഭംഗിയായിട്ട് ഓരോ കോടതികളും ഈ വിധികൾ പരിശോധിച്ച ശേഷമാണ് ഈ അവസാനം 2017 വിധി നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതൊരു ട്രസ്റ്റാണ്. കന്നുകുഴി പള്ളി മലങ്കര ട്രസ്റ്റിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കന്നുകുഴി പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകണമെങ്കിൽ യു ആർ ഫ്രീ ടു ഗോ, നിങ്ങൾക്ക് പോകാം. പക്ഷേ കന്നുകുഴി പള്ളിയുടെ ഒരു സ്വത്തും ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരുന്നേക്കരുത്. അതാണ് സുപ്രീം കോടതി വിധിച്ചത്. കന്നുകുഴി പള്ളിയിൽ നിന്ന് ആർക്ക് വേണമെങ്കിൽ പോകാം, അതിനിവിടെ ആരും തടസ്സപ്പെടുത്തുന്നില്ല. നിലനിൽക്കുന്നവർ ഇതൊരു ട്രസ്റ്റാണ്, ഇത് ആർക്കും വീതിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല. അതാണ് സഭ പറയുന്നത്. ഇത് ചെയ്യാൻ ഒക്കത്തില്ല നമുക്ക്. ഇത് എന്ത് ചർച്ച വന്നെന്ന് പറഞ്ഞാലും ഇതൊരു ട്രസ്റ്റിനെ വീതം വെക്കാൻ ഒക്കത്തില്ല. പിന്നെ ട്രസ്റ്റ് ഇല്ലായ്മപ്പെട്ടു പോയാൽ അതിന് ഭരണഘടനയ്ക്കകത്തതുണ്ട്, വേറൊരു ട്രസ്റ്റിൽ ലയിപ്പിക്കാനേ ഒക്കത്തുള്ളൂ. അല്ല ട്രസ്റ്റിലെ കുറച്ച് പേര് പറയാം ഞങ്ങൾക്ക് ഇത് വീതം വെച്ച് തരണമെന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കാനായത്. അതുകൊണ്ട് യാതൊരു സംഗതിയും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന പാത്രികീസ് പക്ഷം ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹുളിഗിനിസം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാമാണ് അവർ കാണിക്കുന്നത്. മലീമസമാക്കിക്കൊണ്ട്, ഈ സമൂഹത്തെ ആക്കമാനം മലീമസമാക്കിക്കൊണ്ട്, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്. മുഖ്യമന്ത്രിയൊന്നും കാര്യങ്ങൾ ചുവന്നേരെ പഠിച്ചില്ല, അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അത്രയും വിടുവായുത്തം മലബാറിൽ വെച്ച് പറഞ്ഞത്.
അദ്ദേഹം കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം സുപ്രീം കോടതി വിധി പഠിച്ചിരുന്നെങ്കിൽ ഇത് 58 തൊട്ടുള്ള വിധിയാണ്, അല്ലെങ്കിൽ സുപ്രീം കോടതി അസംയുക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ട്രസ്റ്റാണ്, ഈ ട്രസ്റ്റ് വീതം വെക്കാൻ ഒക്കത്തില്ല, ആർക്ക് ട്രസ്റ്റിൽ നിന്ന് പിരിഞ്ഞു പോകണമെങ്കിലും പിരിഞ്ഞു പോകാം, പക്ഷേ ട്രസ്റ്റിൽ നിന്നുള്ള ഒരു അവകാശവും അവർക്ക് ലഭിക്കുന്നതല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നില്ല നമ്മൾ അതിനകത്തൊക്കെ നമ്മുടെ പിതാക്കന്മാർ, എനിക്ക് സഭയുടെ കേന്ദ്രത്തിലെ നടത്തിപ്പുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല, എന്നിരുന്നാലും ഈ വിധിയെ നമ്മൾ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും കാണിക്കാൻ ഒക്കത്തില്ല. നമുക്ക് ഒത്തുകഴിഞ്ഞാൽ തലമുറകൾ നമ്മളോട് ക്ഷമിക്കത്തില്ല. ആ തരത്തിലുള്ള ഒരു സെറ്റിൽമെൻറ്റ് എന്തെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ട്രസ്റ്റിലേക്ക് നമ്മൾ പറയുന്നത് നിങ്ങളിവിടെ ചേർന്ന് കഴിഞ്ഞ് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് ചേർന്ന് കഴിഞ്ഞ് ഇനിയും ഒരു കൂട്ടർക്ക് പള്ളി വെച്ച് മാറാനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ട്രസ്റ്റ് വീതം വെക്കാനൊക്കത്തില്ല. ഓക്കെ, അവർ നമ്മുടെ സഹോദരന്മാരാണ്, അവർക്ക് എന്തെങ്കിലും കൊടുത്ത് നമുക്ക് അയക്കണമെങ്കിൽ, അവർക്ക് പിരിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മളും കൂടെ സഹകരിച്ച് അവർക്കൊരു പള്ളി വെക്കാനായിട്ടുള്ള ക്രമീകരണം ചെയ്തു കൊടുക്കണം. അല്ലാതെ മുളന്തുരുത്തി പള്ളിയോ പിറവം പള്ളിയോ പിച്ചിക്കീറി അവർക്ക് കൊടുത്തേച്ച് പറ്റത്തില്ലത്, ഒക്കത്തില്ല. നമുക്ക് സുപ്രീം കോടതി വിധി അനുസരിച്ച്, ട്രസ്റ്റിൻ്റെ നിയമം അനുസരിച്ച് ഒക്കത്തില്ല. അതാണ് സുപ്രീം കോടതി അസംയുക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മലങ്കര സഭയ്ക്കൊരു പാരൽ സംവിധാനം ഉണ്ടാകരുതെന്ന് സുപ്രീം കോടതി പറഞ്ഞ 2017. പക്ഷേ അവരുടെ കയ്യൂക്ക് കൊണ്ടും അവരുടെ വൃത്തികൾ കൊണ്ടും ഒരു ഭാഗത്ത് 10-25 മെത്രാന്മാരെയും വാഴിച്ച് കുറേ അച്ഛന്മാരെയും വാഴിച്ച്, അതുകൊണ്ടാണ് നമ്മുടെ കാതോലിക്ക ബാബ തിരുമനസ് കൊണ്ട് അംഗീകരിക്കാത്തത്. സഭയുടെ യാതൊരു ക്രമീകരണങ്ങളിൽ കൂടിയും മെത്രാപ്പൊലിത്തമാരെ അല്ല അവരെ ആരും ഒരു അസോസിയേഷൻ ഒന്നും തിരഞ്ഞെടുത്ത് മെത്രാന്മാരായവരല്ല, എവിടെയോ കുറേ പൈസ കൊടുത്തിട്ട് മെത്രാന്മാരായവരാണ്. അച്ഛന്മാരുടെയും കാര്യം എങ്ങനെയാണ്? ഭൂരിഭാഗം പേര് തിയോളജിക്കൽ എഡ്യൂക്കേഷനോ അല്ലെ സെക്കുലർ എഡ്യൂക്കേഷനോ ഒന്നുമില്ലാതെ കുറേ അച്ഛന്മാരായവർ. അത് പിന്നെ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ആദ്യ കാലങ്ങളിൽ ഉണ്ടായി. നമുക്ക് അവർക്ക് ഒരു ഇൻറ്റീരിയർ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഒരു തിയോളജിക്കൽ ട്രെയിനിങ് കൊടുത്ത് അവരെയൊക്കെ സഭയിൽ ചേർക്കുവാനും അതൊക്കെ ഉണ്ടായി. പക്ഷേ അവർ ചിന്തിക്കുന്നത് പ്രധാനപ്പെട്ട പള്ളികൾ പറിച്ചുകൊണ്ട് പോകണം അവർക്ക്. ഇത് പണ്ടും കാണിച്ച പണിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏറ്റവും സുപ്രധാനമായ പള്ളികൾ മുഴുവൻ പാത്രക്കീസ് പക്ഷത്തിൻ്റെ കയ്യിലാണ്. മണ്ണർകാട് പള്ളി 3000 വീട്ടുകാരുണ്ട്, കോതമംഗലം പള്ളി 3000 വീട്ടുകാരുണ്ട്, പിറവം പള്ളി ഏതാണ്ട് 3000 വീട്ടുകാർക്കടുത്തുണ്ട്, കരിങ്ങാച്ചിറ പള്ളി 3000 വീട്ടുകാർക്കടുത്തുണ്ട്, കുറുപ്പംപടി പള്ളി 3000 വീട്ടുകാരടുത്തുണ്ട്. ഇങ്ങനെയുള്ള സുപ്രധാന പള്ളികൾ 1000 വീട്ടുകാർക്ക് മുകളിലുള്ള മുഴുവൻ പള്ളിയും അവർ പറിച്ചുകൊണ്ട് അവരെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ അച്ഛന്മാരാണ് അതിൻ്റെ യഥാർത്ഥ പാർട്ടികൾ. ഈ പള്ളിയും പള്ളി സ്വത്തുക്കളും തിന്നാൻ വേണ്ടി അടിച്ചുകൊണ്ട് പോയതാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 10-60 വർഷം മുമ്പ് ജനങ്ങൾക്ക് ഇത് എന്നതാണെന്നൊന്നും വലുതായിട്ടൊന്നും അറിയത്തില്ല. അപ്പം അച്ഛൻ പറയുക നമ്മൾ പാത്രക്കീസ് പക്ഷത്താണ്, എന്നാൽ പാത്രക്കീസ് പക്ഷത്ത്, അതേ ഉള്ളൂ ജനത്തിൻ്റെ തീരുമാനം. അല്ലെ, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഈ അച്ഛന്മാരുടെ ലക്ഷ്യം എന്നായിരുന്നു? 1934 ഭരണഘടന വന്നാൽ ഇപ്പം ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ട്രാൻസ്ഫർ കൽപ്പന കിട്ടുമ്പോഴാണ് കാണുന്നത്, ഇങ്ങോട്ട് ട്രാൻസ്ഫർ, ഇവിടെ വന്നു, ഇവിടുന്ന് എനിക്ക് അടുത്ത ട്രാൻസ്ഫർ കൽപ്പന കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകണം, അല്ല ഇവിടെ കുത്തിപ്പിടിച്ചൊന്നും ഇരിക്കാൻ എനിക്ക് ഒക്കത്തില്ല. അതുപോലെ നിങ്ങളുടെ മറ്റുള്ള കാര്യത്തിലൊന്നും എനിക്ക് ഇടപെടാൻ, ഞാൻ ഒന്നാം ട്രസ്റ്റിയാണ്, അത് സഭയുടെ ഭരണഘടന അനുസരിച്ച് അത് നിയമമുണ്ട്, പക്ഷേ നിങ്ങളുടെ എന്തെങ്കിലും പണം കൈയിട്ട് വരാനോ അതിനകത്ത് ഈ പഴയ കാലങ്ങളിൽ വലിയ പള്ളികളിൽ ഇരുന്ന അച്ഛന്മാരാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം. ഇത് പറിച്ചുകൊണ്ട് പോകുന്നത്, ഈ പള്ളികൾ, പ്രധാനപ്പെട്ട പള്ളികൾ പറിച്ചുകൊണ്ട് പോകുന്നത്. ഞാനിവിടെ ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ പിതാക്കന്മാർ കഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ സ്വാധീനം. അതിന് ഗീവറീസ് തിരുമേനി ബാബ അതിൻ്റെ വലിയൊരു തിരുമേനിക്ക് വന്ന പോലൊരു പ്രഷർ, ഭയങ്കരമായൊരു പ്രഷർ നേരിട്ട ഒരു മനുഷ്യനാണ് ഗീവറീസ് തിരുമേനി ബാബ. ഈ എന്ത് ചെയ്യണം എന്നുള്ള ഒരു നിലപാടെടുക്കുന്ന കാര്യത്തിൽ ആ കാലഘട്ടങ്ങളിൽ അന്ത്യോക്യൻകാർക്ക് ഭയങ്കരമായിരിക്കുന്ന ആധിപത്യം മലങ്കരയിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഞാനത് സ്റ്റഡി ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ നമ്മുടെ തിരുമേനിമാർക്ക് അന്ത്യോക്യയിൽ നിന്ന് ഒരു പാത്രക്കീസോ ഒരു റമ്പാൻ ഇവിടെ വന്നാൽ കർത്തവുപ്പായ ഇടാൻ അനുവാദമില്ലായിരുന്നു. നിങ്ങളിത് അറിയണമെങ്കിൽ ഒരു 60 പുറകിലുള്ള ചില ഫോട്ടോ എടുത്ത് പരിശോധിക്കണം. നമ്മുടെ തിരുമേനിമാർ കർത്തവുപ്പായ ഇടാതെ ഇരിക്കുന്ന ഫോട്ടോയ്ക്കകത്ത്. അതിന് കാരണം അന്ത്യോക്യക്കാർ സമ്മതിച്ചിരുന്നില്ല. നിങ്ങളെ ചുമ്മാ കർമ്മന്മാർ, നീയൊക്കെ ഇവിടെ കർത്തവുപ്പായ ഇട്ടോണ്ടിരിക്കാനോ, ഞങ്ങളാ കൂടിയവർ. അതുകൊണ്ടല്ലേ അപ്രേ മാബൂദി റംബാനെ നമ്മുടെ ഇവിടെ 1931 ശേഷം അവരിവിടെ പറഞ്ഞു വിട്ട് നമ്മളെ കൺട്രോൾ ചെയ്ത അയാളെന്ന് പറഞ്ഞതിൽ അദ്ദേഹം പിന്നെ എനിക്കൊന്ന് മെത്രാപ്പൊലീത്തയായെന്ന് തോന്നുന്നു. അത്രമാത്രം നമ്മളോട് നികൃഷ്ടമായി, നമുക്ക് ചതിവും വഞ്ചനയും പറ്റിയ ഒരു സമൂഹമാണ് നമ്മൾ. ഇനിയും നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നിൽക്കുക. ഏത് പ്രതിസന്ധിയും നമ്മൾ നേരിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. സുപ്രീം കോടതി വിധി എൻ്റെ അഭിപ്രായത്തിൽ ഒരു തരത്തിലും അതിനകത്ത് യാതൊരു തരത്തിലുള്ള
വെള്ളം ചേർക്കുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്രകാരമുള്ള സുപ്രീം കോടതി അത്രമാത്രം പഠിച്ചിട്ടാണ് 95-ലെയും 58-ലെയും 95-ലെയും 2017-ലെയും വിധികൾ തന്നിരിക്കുന്നത്. അത്രമാത്രം അവർ പഠിച്ചിട്ടാണ്, അല്ല ചുമ്മാ ഒന്നുമല്ല അവർ തന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ പല കേസും സുപ്രീം കോടതിയുടെ പല ബെഞ്ചിൽ ചെന്നത്. അതാണ് ഒത്തിരി ബെഞ്ചുകളുണ്ടല്ലോ, ആ ജഡ്ജസ് മുഴുവൻ നമ്മുടെ കേസ്, ഇപ്പോഴത്തെ ജഡ്ജസ് മുഴുവൻ കേസ് കൈകാര്യം അവർ പറഞ്ഞു ഞങ്ങളാരും ഇത് തൊടത്തില്ലെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് നേരമില്ലെന്ന് പറഞ്ഞു ഇത് കൈകാര്യം ചെയ്യാനായിട്ട്. ആവശ്യമില്ലാതെ അതിൻ്റെ പുറകെ 95-ൽ കിട്ടിയ വിധിയാന്ന് ഓർക്കണം, 25 വർഷം കഴിഞ്ഞു നമുക്ക് ഇതുവരെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അവർ ഓരോ ന്യായവാദങ്ങൾ തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നതും. ചുമ്മാ തടസ്സവാദം ഉന്നയിച്ച് ഇനി ഒരു 100 വർഷം കൂടെ തള്ളാം, അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അവർ ഉദ്ദേശിക്കുന്നത് 2017-ലെ വിധി ഒരു 12 വർഷം പോയി കഴിഞ്ഞാൽ അത് തീർന്നു, അതിൻ്റെ എഫക്റ്റ് തീർന്നു. അതിനാണ് മാക്സിമം ശ്രമിക്കുന്നത്. ഒരു 12 വർഷം, ഇപ്പം 3 വർഷം കഴിഞ്ഞു, ഇനി ഒരു 9 വർഷം കൂടെ തള്ളി എങ്ങനെയും പോയാൽ അതിൻ്റെയും വെടി തീർന്നു. 95-ലെ വിധി ഏതാണ്ട് അങ്ങനെ തന്നെയായി. അപ്പോൾ അതാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ചതിവിൻ്റെയും വഞ്ചനയുടെയും ഭാഗ്യത നമ്മളെ അധിക്ഷേപിക്കുന്നതിന് യാതൊരു എനിക്ക് തോന്നുന്നു, ഞാൻ ഇന്നേ വരെ നിങ്ങളോട് ശ്രേഷ്ഠഭാവായ എന്തെങ്കിലും അനാവശ്യമായ രീതിയിൽ ഞാൻ വികാരപരമായി ചരിത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് സംസാരിച്ചെന്നിരിക്കും. എന്നാലും ഒരു മെത്രാപ്പൊലീത്താമാരെ പോലും ഞാൻ ഒരു വൃത്തിയായിട്ട് അവർ വിളിക്കുന്നത് നമ്മുടെ തിരുമേനിയെ കുന്നംകുളം പൗലോ എന്നും, കോട്ടയം തെരുവിൽ കൂടെ നമ്മൾ കേട്ടതല്ലേ കൊച്ചു പെൺപിള്ളാരെ കൊണ്ട് വിളിപ്പിക്കുന്നത് കുന്നംകുളം പൗലോ എന്ന് വിളിപ്പിക്കുന്നത്. നമ്മൾ കുന്നംകുളം പൗലോ മുർദാബാദ് എന്ന് പറഞ്ഞ് വിളിപ്പിച്ചുകൊണ്ട് പിള്ളേരെ കൊണ്ട് വിളിപ്പിക്കുന്ന കണ്ടത്. കുന്നംകുളം പൗലോയുടെ ഇറച്ചിക്ക് ഇത്ര രൂപ വിലയെന്നും പറഞ്ഞ് അത്ര നീച്ചമായിട്ടും നികൃഷ്ടമായിട്ടും കാട്ടിക്കൂട്ടുന്ന ഒരു വർഗം, അത് നമുക്ക് ഞാൻ മധുഹായിൽ നിന്നായാലും പറയുകയാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. എന്നിരുന്നാലും ഈ വിധിയെ നമുക്ക് അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ നമ്മുടെ ഗതി ഭയങ്കര അധോഗതിയായി തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പിതാവൊക്കെയും ഈ വിശ്വാസം, മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് എനിക്ക് കരുതുന്നത്. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഓർത്തഡോക്സ് സഭകളുടെ നേച്ചർ എന്ന് പറയുന്നത് അത് ആ രാഷ്ട്രത്തിനുള്ളിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ മുകളിൽ അതെപ്പോഴും രാഷ്ട്രത്തിൻ്റെ പേരുകളിലാണ് എല്ലാ സഭകളും അറിയപ്പെടുന്നത്, രാഷ്ട്രത്തിൻ്റെ പേരുകളിലാണ് അല്ലേ? കത്തോലിക്കരെ അറിയപ്പെടുന്നത് തന്നെ യഥാർത്ഥ കത്തോലിക്കരുടെ പേരെന്നാ റോമൻ കത്തോലിക്കർ അല്ലേ? അങ്ങനെ അവരെ അറിയപ്പെടുത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവരെ കത്തോലിക്കരെന്ന് വിളിക്കരുതെന്ന്. റോമ കൂട്ടിയേ അവരെ വിളിക്കാവുള്ളൂ. അവർ തന്ത്രപൂർവ്വം റോമ ഇപ്പം അങ്ങ് മാറ്റി. റോമിലെ സഭ എന്നുള്ളതേ ഉള്ളൂ, യൂണിവേഴ്സൽ ഒന്നും അല്ലാതെ. സഭ യൂണിവേഴ്സൽ എന്നുള്ളത് അത് വേറൊരു സെൻസിലാണ് യൂണിവേഴ്സ്. ഓരോ സഭകളും അത് ഇൻ സ്റ്റേറ്റ് വി ആർ ഇൻഡിപെൻഡൻറ്റ്. അതിൻ്റെ ആ രാജ്യത്ത് അത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ടാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭ, സൈബീരിയൻ ഓർത്തഡോക്സ് സഭ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, യുണൈറ്റഡ് സ്റ്റേറ്റ്, അതെ ഓരോ സഭകളും അറിയപ്പെടുന്ന അതിൻ്റെ രാജ്യത്തിൻ്റെ പേരിലാണ്. അന്നേരം എങ്ങനെ അന്ത്യോക്യക്കാരൻ പറയുക മലങ്കര സഭ അവൻ്റെ കീഴിലാണ്? അന്നേരം ഇതിനെ ഏതാ പറയുന്നത്? അത് ഇംഗ്ലീഷ് ഓതേഴ്സ് ഹിസ്റ്റോറിയൻസ് എഴുതിയിരിക്കുന്ന പുസ്തകം വായിച്ച് നോക്കണം. അത് അവർ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ദീസ് ആൻറ്റിയോക്യൻ പീപ്പിൾ ആർ കളക്ടിങ് എ പാർട്ട് ഓഫ് ദ പീപ്പിൾ അണ്ടർ ദം എന്നും പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളിൽ ഒരു കൂട്ടം ആൾക്കാരെ അവർ കളക്ട് ചെയ്ത് അവരുടെ കീഴിലാക്കി വെച്ചിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നല്ല ഹിസ്റ്റോറിയൻസും എല്ലാ ഹിസ്റ്റോറിയൻസും മുഴുവൻ എഴുതിയിരിക്കുന്നത്. ഇവർ ഹിസ്റ്ററി ഈയിടെ കൊണ്ടുവന്നല്ലോ നമ്മുടെ കേരളത്തിൽ മലയാളത്തിലൊരു ഹിസ്റ്ററി കൊണ്ടുവന്നു, മൂലയിലച്ചനും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് എല്ലാവരും എടുത്ത് ദൂരെ കളഞ്ഞില്ല ഇവിടുത്തെ കേരള പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻസ് മുഴുവൻ. അപ്പം ഞാനിവിടെ പറയാൻ വന്നത് ഈ പിതാവൊക്കെയും നമ്മളുടെ ഈ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധ്വാനിച്ചവരാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ആ സ്വാതന്ത്ര്യ ബോധം ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മളെന്തിനായി വഴക്ക് പിടിക്കുന്നത്, നമ്മളെന്തിനായി അനാവശ്യം കാണിക്കുന്നത്, നമ്മളെന്തിനാണ് അവരുടെ പള്ളി പിടിക്കാൻ പോകുന്നത്? ആരുടെ പള്ളി? നമ്മുടെ അച്ഛന്മാരെയും അവിടുത്തെ ആളുകളെയും തല്ലി ഇറക്കിയേച്ചല്ലേ ഇവർ ആ പള്ളികൾ മുഴുവൻ കൈക്കലാക്കി വെച്ചിരിക്കുന്നത്. കോതമംഗലത്തു നിന്നും മുളന്തുരുത്തിൽ നിന്നും മുഴുവൻ പള്ളികളിൽ നിന്നും നമ്മുടെ വിഭാഗം ആൾക്കാരെ, അതല്ലേ ഞാൻ പറഞ്ഞ മുളന്തുരുത്തി പള്ളി നമ്മൾ ഈയിടെ കിട്ടി. അതിനാണല്ലോ ഈ ഏറ്റവും ലേറ്റസ്റ്റ്. യൗനാനച്ഛൻ്റെ തലയ്ക്കടിച്ച് വിറകുമൂട്ടിക്കടിച്ച് കൊല്ലുകയായിരുന്നു അവർ വൈകുന്നേരം. അതുപോലെ തന്നെ ശുശ്രൂഷക്കാരനും അവർ രണ്ടുപേരും കൂടെ പോയപ്പോൾ എത്ര പേരാ മരിച്ചത്, എത്ര പേരെ അവർ കൊന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ചുമ്മാ അതല്ല ഇതങ്ങനെ ചുമ്മാ ചെയ്യാനൊക്കത്തില്ല. സുപ്രീം കോടതി വിധിക്ക് എതിരായിട്ട് നമുക്ക് എനിക്കൊന്നും ഒന്നും ചെയ്യാനൊക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അക്കോർഡിംഗ് മൈ അണ്ടർസ്റ്റാൻഡിങ്, എൻ്റെ മനസ്സിലാക്കൽ ഇതിലിട്ടൊന്നും ആ വിധി അസ്ഥിരപ്പെട്ടു പോകും എന്തെങ്കിലും വൃത്തിയോട് നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ.
അവർ ലെറ്റ് ദം ജോയിൻ വിത്ത് അസ്. അവർ നമ്മുടെ കൂടെ ചേരട്ടെ. ചേർന്ന് കഴിഞ്ഞ് വി ക്യാൻ തിങ്ക് അബൌട്ട് ദാറ്റ്. പിന്നെ ഫർദറായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അവർക്ക് കൊടുക്കേണ്ടത് എന്താണോ അവർ